സന്ധ്യ. ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ 2021 ഒക്ടോബർ 7-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലി ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സുള്ള ജോലിയാണ്. ഞാൻ മെൻ്റലായിട്ടുള്ള മൈൻഡ് ഔട്ടായ 2 പേഷ്യൻസിനെയാണ് ഞാൻ നോക്കുന്നത്, അപ്പച്ചനും അമ്മച്ചിയും. സമയത്ത് എനിക്ക് 2 കൈക്കും വേദനയാണ്. തന്നെയല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഇവരിങ്ങനെ മെൻ്റലായതുകൊണ്ട് ഇവരിങ്ങനെ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ജോലി ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് എനിക്ക് വായിക്കകത്ത് മുഴുവൻ തൊലി പോവുക. അപ്പം ഞാൻ ഇസ്രായേലിൽ നിന്ന് കൊറോണയുടെ സമയമായതുകൊണ്ട് എനിക്കിവിടെ വന്ന് നാട്ടിലൊന്നും വരാനും പറ്റിയില്ല. 2 വർഷത്തോളമായി നാട്ടിൽ വന്നിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഒരു ഡോക്ടറെ കൊണ്ട് ഈ വായിൽ അസുഖം കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് വയറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വയറ്റിൽ നിന്ന് ഇടയ്ക്കൊക്കെ ബ്ലഡ് പോകുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിൽ എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു, അച്ഛൻ മരിച്ചുപോയി, പക്ഷേ വയറ്റിലല്ല. അന്നേരം പറഞ്ഞു, എന്നാൽ നിങ്ങൾ മുഴുവനായി ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടതോടുകൂടി എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഉപരി എനിക്ക് അവിടുത്തെ ഫുൾ സ്ട്രെസ്സായി. അങ്ങനെ ഞാൻ അവിടുത്തെ ഫാമിലി സംസാരിച്ച് എന്നെ നാട്ടിൽ വിടാനുള്ള പരിപാടികൾ നോക്കി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലുണ്ട്. പുള്ളിക്കാരത്തി എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു, സന്ധ്യ ഇത് നോക്കി പ്രാർത്ഥിക്കണം, ഇത് ആലപ്പുഴയിലുള്ളതാണ്, നീ നാട്ടിൽ പോകുമ്പം ഇത് നോക്കി പ്രാർത്ഥിക്കണം, എന്നിട്ട് നീ അവിടെ പോകണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാതാവിൻ്റെ ഈ ഫോട്ടോ നോക്കി ഫോണിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ എനിക്കിങ്ങനെ ഇവിടുത്തെ ധ്യാനം കിട്ടി. അന്ന് തൊട്ട് ഞാൻ ഈ ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് എന്നാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത്, എനിക്ക് തിരിച്ച് 10-ാം തീയതി ചെന്ന് നവംബർ 10-ന് ചെന്ന് ജോലിക്ക് കയറാൻ പറ്റണേ മാതാവേ. കാരണം എന്തെങ്കിലും അസുഖമായാൽ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അപ്പം എനിക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഇത് അങ്ങനത്തെ മറ്റുള്ള അസുഖങ്ങളൊന്നുമല്ല, വൈറ്റമിൻ്റെ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 15 ദിവസമായപ്പം ഞാനൊന്ന് വീണു. എൻ്റെ ബാത്റൂമിൽ വീണ് കഴിഞ്ഞിട്ട് എൻ്റെ ഈ 2 കൈയും എനിക്ക് അനക്കാൻ മേല. അങ്ങനെ എന്നെ തിരുമാൻ കൊണ്ടുപോയി. തിരുമിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ 7 ദിവസമുള്ളൂ എനിക്ക് കയറിപ്പോവാൻ. 7 ദിവസത്തിനുള്ളിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ഷോൾഡർ ബാഗ് പോലും എൻ്റെ തോളയിടരുതെന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുക. അങ്ങനെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടിനെയാണ് എൻ്റെ ഹസ്ബൻഡ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ പെട്ടി എടുത്ത് വെയിറ്റ് നോക്കാൻ വെക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു ജോലിക്കാരി വന്നിട്ട് പറഞ്ഞു, നീ ഈ കൗണ്ടറിൽ നിൽക്കേണ്ട, അപ്പുറത്തെ കൗണ്ടറിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ പോയി നിൽക്കുമ്പോൾ ആരോ ഒരാൾ, ഞാനിങ്ങനെ ഈ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരോ ഒരാൾ പുറകിൽ കൂടെ വന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ പെട്ടി എടുത്ത് തൂക്കാൻ വെച്ചിട്ട് നടന്നു പോകുന്ന ഒരു അനുഭവം എനിക്ക് ഒന്നാമതായിട്ടുണ്ടായത്. രണ്ടാമത് ഞാൻ ഈ അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കും. ഈ അച്ഛൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, സാക്ഷ്യമല്ല, നമ്മുടെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ ഇടത്ത് കൈയുടെ ഇവിടെ 2 ക്യാപ്സൂൾ പരുവത്തിൽ 2 തടിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് ഡോക്ടറെ കാണിക്കാൻ പേടിച്ചിട്ട് പോവാതിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ ഇവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 2 ക്യാപ്സൂൾ പോലെ ഈ ഇടത്ത് കൈയുടെ കഷത്തിൻ്റെ അവിടെ കാണുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്, അയാൾ പേടിക്കുവാണ് ക്യാൻസർ ആണോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് അച്ഛൻ ചിരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു. അതെനിക്ക് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ ഒന്നാമത്തെ ഒരു അനുഭവം അതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇസ്രായേലിൽ തിരിച്ച് ജോലിക്ക് കയറിയിട്ട് എനിക്ക് ഈ അപ്പച്ചൻ്റെ ഡയപ്പർ മാറാനോ, അപ്പച്ചൻ ബെഡ്ഡനാണ്, അപ്പച്ചനെ തിരിച്ച് കിടത്താനോ ഒന്നും പറ്റത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ ധ്യാനം കൂടുന്നത്. അപ്പോൾ എല്ലാ ധ്യാനവും ഞാൻ കൂടും, ഒരിക്കലും ഞാൻ മുടക്കത്തില്ല, ബൈബിൾ വായിക്കും. അങ്ങനെ ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുകയാണ്, ഞാൻ എസ് എന്ന പേരുള്ള ഒരാളുടെ രോഗസൗഖ്യമല്ല, എസ് എന്ന പേരുന്ന ഒരാളുടെ ജോലി ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് കാണിക്കുന്നു. 8 എന്നൊരക്ഷരവും അക്കവും കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഈശോയെ എൻ്റെ ആയിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ എനിക്ക് അപ്പച്ചനെ തിരിച്ച് കിടത്തുമ്പോൾ ഡയപ്പർ മറുകളൊക്കെ ഞാൻ കാറിക്കൊണ്ടാണ് ചെയ്യുന്നത്, എൻ്റെ കൈ പൊങ്ങുവേല. ഈ സമയത്ത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അത് നവംബർ അവസാനത്തെ ധ്യാനത്തിനായിരുന്നു. ഡിസംബർ ആദ്യം ആയപ്പോഴത്തേക്കിനും 8-ാം തീയതിയൊക്കെ കഴിഞ്ഞു. അന്നേരം ഞാൻ ഓർത്തത്, ദൈവമേ എൻ്റെ ആയിരിക്കുകയില്ല, എങ്കിലും ഞാൻ ധ്യാനം ഒന്നും മുടക്കിയില്ല.
അങ്ങനെ ഡിസംബർ 14 ആ ഫാമിലി എന്നോട് വന്ന് പറഞ്ഞു, നിനക്ക് പകരമായിട്ട് ഒരാളെ അപ്പച്ചനെ നോക്കാൻ വേണ്ടി തരുവാണ്, അമ്മച്ചിയുടെ കാര്യങ്ങൾ ഇനി നീ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ അവിടെ വരുവാണ് ഒരു ഡിസംബർ 15. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്നാ നിനക്ക് എൻ്റെ പേരിലുള്ള വിസ വന്നേന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഡിസംബർ 9 രാവിലെയാണ് എനിക്ക് നിൻ്റെ പേരിലുള്ള വിസ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 8 എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ എൻ്റെ വിസ മാറ്റി എനിക്ക് എൻ്റെ ജോലിഭാരം കർത്താവ് എടുത്തു മാറ്റുകയും എനിക്കിപ്പം നടക്കുന്ന ഒരമ്മച്ചിയെ തന്നെ ജോലിയിൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഞാനിപ്പോഴും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്നും കുർബാന കൂടും. നമ്മുടെ ഇവിടുത്തെ ധ്യാനം 5:30 കൂടിക്കഴിഞ്ഞാൽ അന്നേരം ഞാൻ വിശുദ്ധ കുർബാന കൂടാറുണ്ട്. അത് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു കുർബാന അടിച്ചു കൊടുത്തിട്ടാണ് കൂടുന്നത്. അപ്പം സ്ഥിരമായിട്ട് 30 മിനിറ്റുള്ള ഒരു കുർബാനയാണ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിന് മുമ്പ് അച്ഛൻ ഇവിടെ പറയാഞ്ഞായിരുന്നു നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ ഏപ്രിൽ 10 എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വായിലെ അസുഖം പൂർണ്ണമായും മാറ്റി തരണേ മാതാവേ, അതിനൊരു അടയാളമെങ്കിലും എനിക്ക് തരണേ, അന്നേരം ഞാൻ പൂർണ്ണമായി ഇത് വിശ്വസിക്കുമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഏപ്രിൽ 10 അന്ന് ഏപ്രിൽ 10 ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് കുർബാന ഓണാക്കി. അപ്പോൾ എൻ്റെ ഫോണിൽ വന്നത് ആദ്യമേ മണർകാട് പള്ളിയിലെ 3 കുർബാന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 3 കുർബാന എന്താണെന്നൊന്നും അറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്. എങ്കിലും ഞാൻ ഈ കുർബാന ഈ മണർകാട് പള്ളിയിൽ നിന്ന് കണ്ടപ്പോഴേ ഞാൻ ഓണാക്കി വെച്ചു. ഞാൻ ഒരുപാട് പോയിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ ഈ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം എനിക്ക് ഉറക്കം വരിക. ഉറങ്ങി എനിക്ക് ഒരു തരത്തിൽ ഈ കുർബാന തീരുന്നില്ല. സാധാരണ അരമണിക്കൂറുള്ള കുർബാന ഇത് 3 മണിക്കൂർ അങ്ങോട്ടായിരുന്നു. എനിക്ക് തീരാഞ്ഞിട്ട് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി താഴെ പോയി. അങ്ങനെ വരെ ഞാൻ കുർബാന കൂടിയിട്ട് ഞാൻ ഈ ഫോൺ ചാരി വെച്ച് കിടന്ന് കുർബാന കൂടുക. ഈ സമയത്ത് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ട് എനിക്ക് കുർബാന കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഉറങ്ങിയെങ്കിൽ പോലും എൻ്റെ കാല് രണ്ടും അനക്കത്തില്ല, എൻ്റെ കൈയും അനക്കത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് ഉള്ളി ബോധമുണ്ട്, പക്ഷെ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. എങ്കിലും ഞാനിങ്ങനെ ബോധത്തോടു കൂടി ഞാൻ പറയും, ഈശോയെ എന്നെ കുർബാന കാണിക്കുകയല്ലേ, അമ്മ എന്നെ ഇങ്ങനെ കുർബാന കാണിക്കുകയല്ലേ ഇന്നെന്ന് ചോദിച്ചിങ്ങനെ കരയുവാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പുറത്തോട്ട് സംസാരം വരുന്നില്ല. ഈ സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണ് തുറന്നു, ഞാൻ കാലനക്കി, ഞാൻ വേഗം കട്ടിൽ എഴുന്നേറ്റിരുന്നു. അന്നേരം ഞാൻ ഓർത്ത് ഈ കുർബാന കഴിഞ്ഞു പോലോ എന്ന് ഓർത്ത് ഞാൻ ഈ ഫോൺ ഓണാക്കി. ഈ ഫോൺ അങ്ങനെ ഇരിക്കുക ചാരി വെച്ചുകൊണ്ടാണ് ഞാൻ കുർബാന കൂടിയത് ഉറക്കം വന്നിട്ട്. അപ്പോൾ ഈ ഫോണെ പെട്ടെന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് എഴുന്നേറ്റ് മുട്ടിന്മേൽ നിൽക്കുക എന്നാണ് ഞാൻ വായിക്കുന്നത്. ചെരിച്ചിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എഴുന്നേറ്റ് മുട്ടേ നിൽക്കുക. അപ്പം ഞാൻ വേഗം തന്നെ എഴുന്നേറ്റ് മുട്ടേ നിന്ന് ഫോൺ താഴെ വെക്കുമ്പോൾ മൺറാട്ട് പള്ളിയിലെ ആ കുർബാന, വിശുദ്ധ കുർബാന ഇങ്ങനെ തിരുവസ്ത്രം ഇട്ട് മൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് അച്ഛൻ ഇറങ്ങി വന്ന് കുർബാന കാണിച്ചു. അങ്ങനെ ഞാൻ കുർബാന കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല. ഞാൻ അടുക്കള കയറി ചായ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു കൊറോണയൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്നാ ഇങ്ങനെ ഫോണിൽ ഓൺലൈൻ കുർബാനയാണോ ഇങ്ങനെ എഴുതി കാണിച്ചതെന്ന് ഓർത്ത് ഞാൻ വേഗം എനിക്കപ്പോൾ ഒരു സംശയമായി. തന്നെയല്ല, ഞാൻ ഈ വിശുദ്ധ കുർബാന കാണുന്ന സമയത്ത് കണ്ടതാണ്, അതിലെ കുരുത്തോലയൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തിനായി ഫോണിൽ ഇങ്ങനെ എഴുന്നേറ്റ് മുട്ടേ നിൽക്കാൻ എഴുതി കാണിച്ചതെന്നോർത്ത് ഞാൻ വേഗം തന്നെ ഫോൺ മുഴുവൻ ഈ കുർബാന സെർച്ച് ചെയ്തപ്പോഴത്തേക്കിനും അങ്ങനെ ഒരു സാധനം എഴുതി കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് എൻ്റെ അമ്മ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച്, ഞാൻ ഉറങ്ങി എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് മാതാവിൻ്റെ കുർബാന കാണിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഡേറ്റ് ഓർക്കുന്നത്. അന്ന് ഏപ്രിൽ 10 ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതും അതാണ്, എനിക്കൊരു രോഗസൗഖ്യം ഉണ്ടാകുന്നതിനൊരു അടയാളമെങ്കിലും എനിക്ക് ഈ ഏപ്രിൽ 10 തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ എനിക്ക് ആ ഒരു അടയാളത്തോടു കൂടി എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചെന്ന കുർബാന കാണിച്ചു തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരാധാരം 24 മണിക്കൂർ കൊണ്ട് മാതാവ് സെറ്റിലാക്കി തന്ന കാര്യമാണ്. ഞാൻ എടുക്കാൻ എനിക്കൊരു മാർഗ്ഗവുമില്ല, കാരണം എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഇങ്ങനെ ഞാൻ ആ ആധാരം സത്യം പറഞ്ഞാൽ ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന. അപ്പം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബാങ്കിലോട്ടൊരു ഊമക്കത്ത് ചെന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് മിക്കവാറും ജപ്തിക്ക് വരും. അപ്പം നീ വെളിയിലാണെന്നറിയാം, മോളും പോകാറായി, അതുകൊണ്ട് പുതിയ വീടൊക്കെ നമ്മൾ മേടിച്ചില്ല, അപ്പോൾ ഇനി അവർ ആ സ്ഥലത്തിൻ്റെ ഇത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഈ മാതാവിൻ്റെ രൂപവും ഈ കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അതേപ്പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെക്കൊണ്ട് ഒരു മാർഗ്ഗവും ഇല്ല, നീ എന്നാന്ന് ചെയ്യണം, എന്നെ നാണം കെടുത്തരുത്, എൻ്റെ വീട്ടിലേക്ക് ഇനി ആൾക്കാർ വന്ന് എനിക്ക് നാണക്കേടാണ്, തന്നെയല്ല എനിക്ക് ബുദ്ധിമുട്ടാകും അമ്മ, എനിക്കിത് വീട്ടാൻ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ച് എൻ്റെ റൂമിൻ്റെ വെളിയിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്നെ പറ്റി സന്ധ്യ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആധാരത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയാണ് ചേച്ചി, ഒരു മാർഗ്ഗവും ഇല്ല, പെട്ടെന്ന് എടുത്തില്ലേ അവർ ജപ്തിക്ക് വീട്ടിൽ ചെല്ലുമെന്നും പറഞ്ഞു ഇപ്പോൾ വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പലരോടും പൈസ ഫോണിലൊക്കെ ചോദിച്ചു. പെട്ടെന്ന് 4 ലക്ഷം രൂപയൊന്നും ആരും തരാനില്ലായിരുന്നു. ഈ സമയത്ത് നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ തരാം, ബാക്കി നീ എങ്ങനെയും മറിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പം ഇത് എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലെ കൊച്ചെന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി പൈസ കിട്ടിയോ, എന്നായി? ഞാൻ പറഞ്ഞ ഒരാളുടെ ചോദിച്ചിട്ടുണ്ട്, 5 രൂപ പലിശയാണെന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു ചേച്ചി പലിശയ്ക്ക് മേടിക്കേണ്ട, ഞാൻ മുഴുവൻ പൈസയും തരാം, ആധാരം എടുത്തു, എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് കൂട്ടുകാർ കൂടി ഒരു ചിട്ടി കൂടി ആദ്യത്തെ പൈസ ഞാനിങ്ങ് പിരിച്ചെടുത്തോളാം, 2 മാസം കഴിഞ്ഞ് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 24 മണിക്കൂർ, ഞാൻ ഇന്ന് അതറിഞ്ഞതെങ്കിൽ നാളെ ഉച്ചയായപ്പോൾ ബാങ്കിൽ ചെന്ന് എൻ്റെ കയ്യിൽ അറേഞ്ചായി വന്നത് 4,15 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. 4.5 ലക്ഷത്തിനാണ് ആധാരം എടുക്കേണ്ടത്. ആ കറക്റ്റ് 4,15 ലക്ഷം രൂപയ്ക്ക് അമ്മ ഈ ആധാരം എനിക്ക് പിറ്റേ ദിവസം അറേഞ്ച് ചെയ്തു തന്നു. എൻ്റെ ആധാരം എടുക്കാൻ പറ്റി. പിന്നെയുള്ളത് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോള് OET എഴുതാൻ വേണ്ടി, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം OET എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ കൂട്ടത്തിൽ. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവൾ വീട്ടിലാണല്ലോ. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞും പരീക്ഷ എഴുതി തോറ്റുപോയി. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എൻ്റെ അമ്മേ ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ടും തോറ്റുപോയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വല്ലതും ചെയ്തോ, നിൻ്റെ പത്രം കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, പത്രം എല്ലാം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് കൊണ്ട് നിൻ്റെ പത്രമൊക്കെ നീ കൊടുക്ക്, അത് കഴിയുമ്പോൾ നിന്നെ അമ്മ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ രണ്ടാമത് OETക്ക് ഡേറ്റ് എടുക്കുകയാണ്. ഞാൻ ഇവൾക്ക് മാതാവിൻ്റെ മുമ്പിൽ ഒരു കുറിയിട്ട് ഔത്തിൽ നിന്ന് ഒരു ഡേറ്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇവൾ കൊണ്ട് പത്രം കൊടുക്കാനുള്ളിടത്തൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അങ്ങനെ ഇവൾ OET പാസ്സായി. ഇന്ന് ഞങ്ങളുടെ വിസ വന്നിട്ടുണ്ട്. നാളത്തെ കഴിഞ്ഞത്തേക്കിനാണ് കൊച്ചിന് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് മോളുടെ ഒരു കല്യാണക്കാരൻ ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിയോഗത്തിലൊന്നും വെച്ചിരുന്നില്ല. അത് ഇന്നലെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതും കഴിഞ്ഞ് കൊച്ചു പോവുകയാണ്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തീരെ മേലായിരുന്നു. ആ സമയത്ത് ഈ ഉടമ്പടി തൈലം എൻ്റെ മോള് കൊണ്ടുപോയി കൊടുക്കുകയും ഈ ലോക്കറ്റ് വെച്ച് വയറെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ഉണ്ടായിട്ട് അമ്മ വീട്ടിൽ പോകുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഞരമ്പ് പൊട്ടിപ്പോയി, സീരിയസ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ആ സമയത്ത് ഞാനിവിടെ അമ്മയോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഈ സൗഖ്യം ഉണ്ടാകുകയാണെങ്കിൽ അനിയത്തി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചിറ്റ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചായിരുന്നു. ഒരു കുഴപ്പവും ഇല്ല. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.